ചിക്കുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് പൂവണിയുകയാണ്. അതിന് പന്തളം വരെ ഒന്ന് പോയി വരാം. ഇന്ന് പൂച്ച മേടിക്കാൻ പോവാ. ഇത് ചിക്കുവിൻ്റെയും അപ്പുവിൻ്റെയും കഥയാണ്. ഈ കൂട്ടിനകത്ത് മേടിക്കും. പുനലൂർ ടു പന്തളം ചേർക്കൽ ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട്. അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരാഴ്ച മുന്നേ കൂടൊക്കെ സംഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചിക്കു. ടൂർ പോകാമെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും സന്തോഷവും ഉത്സാഹവും സ്പീഡും കാണാറില്ല. എല്ലാവരും കയറുമ്പോൾ വണ്ടിയിലും കയറി. വീട് പൂട്ടി വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് 1-2 ആത്തിച്ചക്ക പഴുത്തു നിൽക്കുകയാണ്. എന്നാൽ അതും കൂടെ അങ്ങ് പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. 10 രൂപയല്ല 10 തമിഴ്നാട്ടിൽ, ഇവിടെ 30. അണ്ണം കുടിക്കട്ടെന്ന് ആന്റി പറയും. അന്ന് 3 ഗ്ലാസ് കുടിച്ച് 10 രൂപയുടെ. ആന്റി പറയാം അണ്ണം കുടിക്കട്ടെ. അവിടെ ഉണ്ടായിക്കൊണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ പോയപ്പോ ആന്റിക്ക് കച്ചവടം നടക്കും. ആന്റിയുടെ എല്ലി കട. ആന്റി പറഞ്ഞാലല്ലേ സോപ്പിടാൻ പറ്റും. ചായ വട ചിക്കൂന്റെ എനിക്ക് ജ്യൂസ്. നമ്മൾ എവിടെ ചെന്നാലും നട്ടുച്ചയ്ക്ക് ഒരു ചായ കുടി പതിവാ. ഇപ്പൊ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. ഇപ്പം ഇവക്ക് ചായ കുടിക്കണമെന്നാ പറയുന്നത്. നമുക്ക് ചായക്കട കയറി എന്തായാലും ചായയുടെ കുടിച്ചിട്ട് പോവാം. പിന്നെ ജ്യൂസ് കട കയറി എനിക്ക് ജ്യൂസ് വേണ്ട, ചായ അത് അമ്മ കുടിച്ചാൽ മതി. അത് രണ്ടും ഉള്ള ഒരു കടയുണ്ട് ഞാനിപ്പോൾ പോകുന്നിടത്ത്. നമ്മളൊരു ഇച്ചിരി മുന്നോട്ട് പോകണം. നമ്മൾ അടൂർ റോഡിലോട്ടാണ് പോകേണ്ടത്. കോന്നി റോഡിലോട്ട് ഇച്ചിരിയോടെ പോയാൽ ആ കട എത്തും. അങ്ങോട്ട് പോവാം. ഞാനവിടെ തന്നെ ചിക്കുനെ കാണുന്നില്ല. ചിക്കുനെ ക്യാമറ. ഇതാണ് നമ്മൾ പറഞ്ഞ കട. ഇത് ചായപ്പീടിയ. ഇവിടെ നാരങ്ങ വെള്ളമുണ്ട്, സോഡ നാരങ്ങ വെള്ളം വേണവർക്ക് അതുണ്ട്, ചായ ഉണ്ട്, പീടിയ. പത്തനാപുരം കല്ലിങ്കടവാണ് ചായപ്പീടിയ. അടിപൊളി സോഡ നാരങ്ങ, ഒരു രക്ഷയില്ല. പൂച്ച കിട്ടുവേ, ഇപ്പം കിട്ടും. പെട്ടെന്നായി. വഴി തെറ്റിയോണ്ടാ ഇത്ര നേരം എടുത്ത. വണ്ടി നിർത്തും മുന്നേ അവൻ ഇറങ്ങി പോയി. ഈ വെള്ളയുടെ മക്കളാണ് ഈ ചാരക്കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും. അതിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മുടെ റിലേറ്റീവാണ് പന്തളത്തുള്ളത്, അതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് പൂച്ചയെ തരുന്നത്. ഇവളുടെ കണ്ണുകൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇവളുടെ മക്കളാണ് അവർ രണ്ടുപേരും. ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു. ചിക്കുവിന് പൂച്ചയെ കിട്ടുന്ന സന്തോഷത്തിൽ ആഹാരം പോലും വേണ്ട. 3 പേരും കിടന്ന കൂട്ടിൽ നിന്ന് ഒരാളെ ഇറക്കി. അതിൻ്റെ വിഷമത്തിലാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള അപ്പുവിനെ കാറിൻ്റെ ഡിക്കിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പു എന്നാണ് ഈ വീട്ടിൽ ഇതിനെ വിളിക്കുന്ന പേര്. ആ പേര് തന്നെ നമുക്കും വിളിക്കാം. കാറിലൊന്നും കയറിയിട്ടില്ലാത്ത അപ്പു കാറിൻ്റെ ഡിക്കിലേക്ക് വെച്ചപ്പോൾ ആകപ്പാടെ വരണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പുവിനെയും വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക്. സന്ധ്യയായി തുടങ്ങി. സന്തോഷമായോ? നല്ല രാത്രിയിലാണ് അപ്പു വീട്ടിലേക്ക് എത്തുന്നത്. അവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഈ ഏരിയയോ വീടോ അപ്പുവിന് ഒരു പിടുത്തവുമില്ല. അവനാകെപ്പാടെ വരണ്ടിരിക്കുക. വന്നിട്ട് ആദ്യ ദിവസങ്ങളിൽ കട്ടിൻ്റെ അടിയിലും സെറ്റിയുടെ അടിയിലും ഓടി ഒളിക്കലായിരുന്നു അപ്പുവിൻ്റെ പരിപാടി. ഇപ്പോഴിതാണ് അവസ്ഥ. പതിയെ അവൻ ഇവിടുത്തെ ഒരാളായി മാറി. അപ്പു ആദ്യ ദിവസങ്ങളിൽ വരണ്ടെങ്കിലും ഇപ്പോൾ അപ്പുവും ചിക്കുവും ഹാപ്പിയാണ്.